വീടുകളുടെ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ ജനറലി എല്ലാവരും കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം അത് സ്മൂത്ത് ആണോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫിനിഷിലാണോ പ്ലാസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ബിൽഡിങ്ങിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ ആയിട്ട് കൂടി ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റേണൽ വാൾസിലും സീലിംഗ്സിലും ഒക്കെ ക്രാക്ക് ഒന്നും ഇല്ലാതെ വളരെ നീറ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ വാൾസിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഈ ഒരു ഹാഷ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസിൽ നിന്നൊക്കെ നമ്മുടെ ബിൽഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു മേജർ പർപ്പസ് കൂടി, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് കൂടി നമ്മളുടെ പ്ലാസ്റ്ററിംഗ് ആക്ട് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്ററിംഗിന്റെ മിക്സ് റേഷ്യോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റേണൽ വാൾസിൽ 1:5 or 1:6 ആണ് യൂഷ്വലി അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു റേഷ്യോ. അതുപോലെ എക്സ്റ്റേണൽ വാൾസിലേക്ക് വരുമ്പോൾ 1:4 to 1:5 യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സീലിംഗ്സിലേക്കൊക്കെ ആകുമ്പോഴും 1:4 ആണ് നല്ലൊരു റേഷ്യോ. 1:4 or 1:5 നമുക്ക് യൂസ് ചെയ്യാം. ഈ 1:6 മിക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ലെസ് റിസ്ക് ഓഫ് ക്രാക്സ് ഉള്ള ഒരു മിക്സ് റേഷ്യോ ആണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സർഫസ് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം, അതുപോലെ ഡാമ്പ് ആയിരിക്കണം. ഒത്തിരി വെള്ളം കുടിച്ച് കിടക്കുന്ന രീതിയിലുള്ള ബ്രിക്സിലേക്ക് പ്ലാസ്റ്റർ ചെയ്യാതിരിക്കുക. പക്ഷേ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ബ്രിക്സ് നനയ്ക്കുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്ററിലുള്ള വെള്ളം ഫാസ്റ്റായിട്ട് ബ്രിക്ക് അബ്സോർബ് ചെയ്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു തിക്നെസ് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ടൈമിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഐഡിയലി ഒരു 1 cm to 1.2 cm ആണ് പ്രൊവൈഡ് ചെയ്യാറ്. അത് കൂടുതൽ തിക്നെസ് ആയാലും കുറച്ച് തിക്നെസ് ആയി കഴിഞ്ഞാലും അത് അഡ്വൈസബിൾ അല്ല. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, പ്രോപ്പർ ആയിട്ടുള്ള ക്യൂറിങ് വേണം. ഇപ്പോൾ ക്യൂറിങ് വേണ്ടാത്ത രീതിയിലുള്ള സിമെന്റ്സും പ്ലാസ്റ്ററിംഗ് മിക്സസും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ നോർമൽ സിമെന്റുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.